ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം യൂസ് ചെയ്തിട്ട് ഒരു വെറൈറ്റി ആയിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് നമുക്ക് അത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്കായിട്ട് 1 കപ്പ് തേങ്ങ ചിരുവിയത്, 2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മധുരമുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം റസ്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് കുറച്ച് തിക്കായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത് നമ്മളിങ്ങനെ കട്ട്ലറ്റിൻ്റെ രൂപത്തിലൊക്കെ ഷേപ്പാക്കി എടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി മൈദയുടെ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് റസ്ക് പൊടിയോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ ഏതായാലും കുഴപ്പമില്ല, അതിലൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ചൂടായിരിക്കുന്ന ഓയിലിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നില്ല. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ മറ്റേ സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മറ്റുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കണേക്കാളും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റായിട്ടൊരു കട്ട്ലറ്റ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.